ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഈ റോഡ് നേരെ വന്ന് ഇവിടെ 3 വണ്ടി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരാൾ മരിക്കുകയും ഈ അടുത്ത സമയത്ത് ഒരു വണ്ടി വന്നിടിച്ച് മുനിസിപ്പാലിറ്റി ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ആ വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിട്ടാണ് അറിവ്. എന്നിട്ട് അവർ പണിത് വെച്ചിരിക്കുന്നതുണ്ടോ. ഇതിനു മുമ്പ് ഒരു കാർ ഇടിച്ച് അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് ഈ പിത്തളയുടെ ലൈറ്റ് ഒരു 3 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, അതും അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അതാണ്ട ഈ രീതിയിൽ കൂടി വന്ന ഒരു 20,000 രൂപ അങ്ങേ അറ്റം ഉള്ളൊരു വർക്കായി ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല. ഇത് ഒരു ഓട്ടോറിക്ഷ പുറകോട്ട് വന്ന് തട്ടിയാൽ ഇത് പുറകോട്ട് പോകും. എന്നിട്ട് വേണ്ട ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ബോർഡിൽ തീർന്നു ഇത് മൊത്തം. ഇനിയും നാളെ ആരെങ്കിലും ഇവിടെ വന്ന് ചത്താൽ അവരെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഒഴിയാൻ പറ്റും. മുനിസിപ്പൽ സെക്രട്ടറിയുടെ ബോർഡാണ് കേട്ടോ. ഇതുപോലെ ഉഡായിപ്പ് കാണിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമാണ്. ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ ബാക്കി പണിയോന്നൊന്നും അറിയത്തില്ല. ഇത്രോ 4 കല്ല് പൊക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ ഇവിടെ സ്വപ്ന ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ ജ്വല്ലറിക്കാർ വലിയൊരു മതിൽ ഇവിടെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തു വന്നിടിച്ചാലും വെളിയിൽ പോകാത്ത രീതിയിലൊരു മതിലായിരുന്നു. അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാണുക, നമ്മളൊക്കെ ഈ ചങ്ങനാശ്ശേരിക്കാർ പരമവിഡ്ഢികളാണെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണിത്. രണ്ട് ഇവിടെ ഉണ്ട്, ഒരു ബോർഡ് കൊണ്ടൊന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും മുന്നറിയിപ്പ് ബോർഡാണ്. ഇതും മുനിസിപ്പൽ സെക്രട്ടറിയുടേതാണ്. നോക്കിക്കേ, ഇങ്ങനെ ഈ ബോർഡുകൾ വെക്കുന്നതല്ലാതെ ഇവന്മാർ ഒരു കാര്യത്തിനും ഒരു തീരുമാനവും എടുക്കത്തില്ല. ഇപ്പോൾ ഇത് ഈ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഇറച്ചിക്കടയാണ്, മുനിസിപ്പാലിറ്റിയുടെ കടയാണ്. ഇതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് അല്ലേ. ഇത് ഗ്ലാസ്സൊക്കെ ഇട്ട് ഇത് വൃത്തിയായ രീതിയിൽ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഈ കള്ളന്മാർ അന്യായ ശമ്പളമല്ലേ മേടിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ഇവന്മാർ ഹെൽത്തിലിരിക്കുന്നവന്മാർക്ക് ശമ്പളമുണ്ട്. എന്നിട്ട് ഇവന്മാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവന്മാർ ചെയ്യത്തില്ല. മനുഷ്യന് രോഗം വരുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ചങ്ങനാശ്ശേരിയുടെ ഏത് മുക്കിലും മൂലയിലും പോയാൽ ഞാൻ ആ ഇറച്ചിക്കടക്കാരനെ ഞാൻ കുറ്റം പറയത്തില്ല. എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. ഇവന്മാരാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ആ ഇറച്ചിക്കടക്കാരനെ ഒരു കാരണവശാലും ഞാൻ കുറ്റം പറയത്തില്ല. ഇവന്മാർ അതിന് നല്ല വാടക മേടിക്കുന്നുണ്ട്, പിന്നെ കിമ്പളവും മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ശക്തമായ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നടപടി ഉണ്ടാവും.